നമസ്കാരം. Biotechnology Principles and Processes എന്ന ചാപ്റ്ററിൽ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയുടെ സ്റ്റെപ്പുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇപ്പോൾ ഏതൊക്കെയാണ് അതിലൊരു വളരെ സീക്വൻഷ്യലായിട്ട് പോകേണ്ട കുറേ സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയാലാണ് ആ DNA ടെക്നോളജി എന്ന പ്രോസസ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കൂ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം. സ്റ്റെപ്സിൽ നമ്മൾ രണ്ട് സ്റ്റെപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഐസൊലേഷൻ ഓഫ് DNA എന്ന ഒന്നാമത്തെ സ്റ്റെപ്പ്, ഐസൊലേഷൻ ഓഫ് DNA അല്ലെങ്കിൽ ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. നമുക്ക് ഡിസൈറബിളായിട്ടുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെല്ലിൽ നിന്ന് കണ്ടെടുത്ത് അതിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന മെത്തേഡ് നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? കട്ടിംഗ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻസ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ദ ഡിസയേർഡ് DNA. നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ച് DNA, ആ ലോങ് സ്ട്രാൻഡ് ഓഫ് DNAയിൽ നിന്നും നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ അല്ലെങ്കിൽ ഫോറിൻ DNA നമ്മൾ കട്ട് ചെയ്തെടുത്തു. അത്തരത്തിൽ കട്ട് ചെയ്തെടുത്ത DNAയുടെ ഫ്രാഗ്മെൻസിനകത്ത് നിന്ന് വി സെപ്പറേറ്റ് ദം യൂസിങ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇനി നമുക്ക് മൂന്നാമത് ഒരു സ്റ്റെപ്പ്, ദറ്റ് ഈസ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് കട്ട് ചെയ്ത് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് ജെൽ ഇലക്ട്രോഫോറസിസ് വഴി മാറ്റിയെടുത്ത് കിട്ടിയത് വളരെ ചെറിയ ഒരു പീസ് ഓഫ് ജീൻ അല്ലെങ്കിൽ ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾക്കറിയാം, വി ഹാവ് ടു ഇൻട്രൊഡ്യൂസ് ദിസ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടു മൈക്രോ ഓർഗാനിസംസ്. ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് ചില പെർട്ടിക്കുലർ സെൽസിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ റീകോമ്പിനൻ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കുമ്പോൾ അതൊരു പരാജയമായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അത്തരത്തിൽ സംഭവിക്കാതിരിക്കാനായിട്ട് ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ധാരാളം കോപ്പീസ്, മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ റീകോമ്പിനൻ്റ് DNA നിർമ്മിക്കാനായിട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ സാധാരണ നിങ്ങളുടെ കയ്യിൽ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ധാരാളം കോപ്പികൾ എടുക്കാൻ നിങ്ങൾ എന്താ ചെയ്യുക? ഫോട്ടോസ്റ്റാറ്റ് എടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ DNA വളരെ കുറച്ചേ ഉള്ളൂ. നമുക്കതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കണം, നമുക്കതിനെ ആംപ്ലിഫൈ ചെയ്യണം. ഹൗ ക്യാൻ ബി ആംപ്ലിഫൈ ദിസ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്? അല്ലെങ്കിൽ DNAയുടെ പീസിനെ എങ്ങനെയാണ് നമ്മൾ ആംപ്ലിഫൈ ചെയ്യുക? സോ ദർ ഇസ് എ ടെക്നിക് നോൺ ആസ് PCR. PCR ഇപ്പോൾ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടേമാണ് അല്ലേ. ഈ പാൻഡമിക് തുടങ്ങിയതിന് ശേഷം നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു ടേമാണ് PCR. സോ വാട്ട് ഇസ് ദിസ് PCR? ഇറ്റ്സ് എ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. നമ്മുടെ കയ്യിൽ നമ്മൾ മാറ്റിയെടുത്ത ഡിസയേർഡ് DNAയുടെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് PCR. So it is a technique through which millions of copies of DNA can be obtained from single copy of DNA molecule with high accuracy, specificity and in very short time. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മില്യൺസ് ഓഫ് കോപ്പീസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ടെക്നിക്കാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇറ്റ്സ് ഡെവലപ്ഡ് ബൈ കാരി മുള്ളിസ് എന്ന ശാസ്ത്രജ്ഞൻ 1985 PCR ടെക്നിക്ക് ഡെവലപ്പ് ചെയ്ത്. ആൻഡ് ഹി വാസ് അവാർഡഡ് നൊബേൽ പ്രൈസ് ഇൻ 1993 ഫോർ ഹിസ് ഡിസ്കവറി. ഈ PCR ഡിസ്കവറിക്ക് കാരി മുള്ളിസിന് നൊബേൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. എന്താണ് PCR? PCRൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? PCR പ്രധാനമായിട്ടും 3 സ്റ്റെപ്പുകളിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു പ്രാവശ്യം PCR വർക്ക് ചെയ്യുമ്പോൾ ഈ 3 സ്റ്റെപ്പുകളുള്ള ഒരു സൈക്കിൾ എന്ന ക്രമത്തിൽ 30 സൈക്കിളുകൾ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ ഒരു പ്രാവശ്യം PCR പ്രവർത്തിച്ചു കഴിയുമ്പോൾ വി ഗെറ്റ് 1 ബില്യൺ ഓഫ് കോപ്പീസ് ഓഫ് ദി ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ഇനി നമുക്കത് അതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് വിശദമായിട്ട് നോക്കാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡീനാച്ചുറേഷൻ. PCR ടെക്നിക്കിലെ ആദ്യത്തെ സ്റ്റെപ്പ് ഡീനാച്ചുറേഷൻ ആണ്. എന്താണ് ഡീനാച്ചുറേഷൻ എന്ന പ്രോസസ്സ്? The target DNA is heated to a high temperature to about 95 degrees Celsius and results in the separation of the two strands. നിങ്ങൾക്കറിയാലോ, DNA 2 സ്ട്രാൻഡുള്ള ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. 2 സ്ട്രാൻഡുകളെയും ബന്ധിപ്പിക്കാൻ ഇടയ്ക്ക് ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഹൈഡ്രജൻ ബോണ്ടുകളെ വേർപെടുത്താൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഒരു 95 ഡിഗ്രി സെൽഷ്യസിൽ DNA ഹീറ്റ് ചെയ്യുന്നു. അത്തരത്തിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ബോണ്ട്സ് ബ്രേക്ക് ചെയ്തിട്ട് DNA സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ട് മാറും. ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. And the second step is
annealing, primer annealing. DNA സെപ്പറേറ്റ് ആയി സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഇനി അത്തരത്തിലുള്ള സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എയിൽ അറ്റാച്ച് ചെയ്യാൻ കഴിയുന്ന ന്യൂക്ലിയോടൈഡ്, കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡുകളുടെ ചെറിയ ബിറ്റുകൾ, ദറ്റ് ഇസ് കെമിക്കലി നമുക്ക് സിന്തസൈസ് ചെയ്യാൻ കഴിയുന്ന ഒളീഗോ ന്യൂക്ലിയോടൈഡുകളാണ് പ്രൈമറുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇത്തരം പ്രൈമറുകൾ ഈ ഓരോ സ്ട്രാൻഡിലും 3' എൻഡിൽ അറ്റാച്ച് ചെയ്യുന്ന സ്റ്റെപ്പാണ് അനീലിംഗ്. പക്ഷേ ഇവിടെ ടെമ്പറേച്ചർ 95 എന്നുള്ളത് മാറി അറൗണ്ട് 50 to 60 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഈ സ്റ്റെപ്പിൽ ടെമ്പറേച്ചർ കുറയും. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. എന്താണ്? സിംഗിൾ സ്റ്റാൻഡേർഡ് ആയ അല്ലെങ്കിൽ ഡീനാച്ചുറേഷൻ വഴി സിംഗിൾ സ്റ്റാൻഡേർഡ് ആയ ഡി എൻ എയിലേക്ക് പ്രൈമറുകൾ അറ്റാച്ച് ചെയ്യുകയാണ്. പ്രൈമർ എന്താണ്? ഒളിഗോ ന്യൂക്ലിയോടൈഡുകളാണ്. ന്യൂക്ലിയോടൈഡുകളുടെ കുറച്ച് ന്യൂക്ലിയോടൈഡുകൾ ചേർന്ന കുഞ്ഞു സീക്വൻസുകളാണ് ഒളിഗോ ന്യൂക്ലിയോടൈഡുകൾ. കെമിക്കലി സിന്തസൈസ് ചെയ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഇത്തരം പ്രൈമറുകൾ അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സ്റ്റെപ്പാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, അനീലിംഗ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് എക്സ്റ്റൻഷൻ. Free nucleotides are added to the strand usually with the help of polymerase enzymes. നമ്മൾ കൊടുക്കുന്ന പോളിമറൈസ് എൻസൈമുകളുടെ സഹായത്തോടു കൂടി ഫ്രീ ന്യൂക്ലിയോടൈഡുകൾ, അതായത് നിങ്ങൾക്കറിയാമല്ലോ എത്ര ന്യൂക്ലിയോടൈഡുകൾ ഉണ്ട് ഡി എൻ എക്കകത്ത്? 4 ടൈപ്പ് അല്ലേ? അപ്പോൾ 4 ടൈപ്പ് ഡി എൻ എ ന്യൂക്ലിയോടൈഡുകൾ, ഫ്രീ ന്യൂക്ലിയോടൈഡുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ ന്യൂക്ലിയോടൈഡുകൾ ഒരു ഡി എൻ എ പോളിമറൈസ് എൻസൈമിൻ്റെ സഹായത്തോടു കൂടി കോംപ്ലിമെൻ്ററി ആയിട്ടുള്ളത് തന്നെ കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് പുതിയ ഒരു ഡി എൻ എ സ്ട്രാൻഡ് ഉണ്ടാകുന്ന സ്റ്റെപ്പാണ് എക്സ്റ്റൻഷൻ എന്ന മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇവിടെ ഡി എൻ എ പോളിമറൈസ് എൻസൈമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സാധാരണ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു ഡീനേച്ചുറേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് നടക്കുന്നത് അറൗണ്ട് 95 ഡിഗ്രി സെൽഷ്യസിലാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ആയപ്പോൾ comes to, that is primer annealing എന്നുള്ള സ്റ്റെപ്പ് around 50 to 60 ഡിഗ്രി സെൽഷ്യസിൽ. ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഇസ് എക്സ്റ്റൻഷൻ. ആ എക്സ്റ്റൻഷന് ടെമ്പറേച്ചർ ഗോസ് അപ്പ് ടു 72 ഡിഗ്രി സെൽഷ്യസ്. നോക്കൂ, നോർമൽ കണ്ടീഷൻസിലല്ല, അല്ലെങ്കിൽ നോർമലി ഉള്ള ഒരു റൂം ടെമ്പറേച്ചറിലൊന്നും അല്ല ഈ പ്രോസസ്സ് PCR-നുള്ളിൽ നടക്കുക. അപ്പോൾ അവിടെ പോളിമറൈസ് ചെയ്യാൻ കഴിയുന്ന നോർമലായിട്ടുള്ള പോളിമറൈസ് എൻസൈംസിന് അവിടെ ആക്റ്റീവ് ആവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ PCR-ൽ വി യൂസ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് തെർമോസ്റ്റേബിൾ എൻസൈംസ്. അത്തരത്തിൽ PCR വർക്ക്സിന് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ടാക് പോളിമറൈസ്. ഇറ്റ്സ് ഒബ്റ്റെയിൻഡ് ഫ്രം എ ബാക്ടീരിയം തെർമസ് അക്വാറ്റിക്കസ്. തെർമസ് അക്വാറ്റിക്കസ് ഇസ് എ ബാക്ടീരിയ വിച്ച് ക്യാൻ സർവൈവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ്ട്രീം കണ്ടീഷൻസിൽ സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചൂട് കൂടിയ ഹോട്ട് സ്പ്രിങ്സിനകത്ത് കാണുന്ന ബാക്ടീരിയയിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്തെടുത്ത ടാക് പോളിമറൈസ് ആണ് PCR-ൽ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം. ദ ടാക് പോളിമറൈസ് ഇസ് എ തെർമോസ്റ്റേബിൾ DNA polymerase which can remain active during the high temperature. അപ്പോൾ ഒന്ന് ആ സ്റ്റെപ്സിലേക്ക് പോയി നോക്കൂ. ആദ്യത്തെ സ്റ്റെപ്പ് ഡീനേച്ചുറേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ് അനീലിംഗ്, ആൻഡ് ദ തേർഡ് സ്റ്റെപ്പ് ഈസ് എക്സ്റ്റൻഷൻ. ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് ഇപ്പം നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണയുണ്ടാവും. ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. PCR ടെക്നിക്കിന് ഉപയോഗിക്കുന്ന തെർമൽ സൈക്ലർ എന്ന ഇൻസ്ട്രുമെൻ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. വ്യത്യസ്തങ്ങളായ ടെമ്പറേച്ചർ നൽകാനായിട്ട് ഈ സംവിധാനത്തിന് സാധിക്കും. നോക്കൂ, എന്തൊക്കെയാണ് PCR ഇതിന് വേണ്ടി നമ്മൾ നൽകേണ്ടത്? ടാർഗറ്റ് DNA, പ്രൈമർ, ന്യൂക്ലിയോടൈഡുകൾ, പോളിമറൈസ് എൻസൈം. ഇവയെല്ലാം ഒരു സാമ്പിൾ ട്യൂബിലെടുത്ത് PCR മെഷീനുള്ളിൽ വയ്ക്കുകയാണ്. ഇനിയാണ് PCR പ്രവർത്തനം തുടങ്ങുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്തായിരുന്നു ഒന്നാമത്തെ സ്റ്റെപ്പ്? ഡീനേച്ചുറേഷൻ ആണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ടാർഗറ്റ് DNA, ഡബിൾ സ്റ്റാൻഡേർഡ് ആയ ടാർഗറ്റ് DNA ഏകദേശം 95 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നോക്കൂ, ഇടയ്ക്കുള്ള ബാൻഡ്സ് ഒക്കെ മാറി അവ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറുന്നു. ഇനി രണ്ടാമത്തെ ഘട്ടമായ അനീലിംഗ് ആണ്. നമ്മൾ നൽകിയ പോളിമറൈസ് എൻസൈമും പ്രൈമറുകളും
ഫ്രീ ന്യൂക്ലിയോടൈഡുകളും അവിടെയുണ്ട്. അനീലിംഗ് എന്ന രണ്ടാമത്തെ ഘട്ടത്തിൽ 55 മുതൽ 65 വരെ ഡിഗ്രി സെൽഷ്യസിൽ പ്രൈമറുകൾ അറ്റാച്ച് ചെയ്തു. ഇനി ഓരോ സ്ട്രാൻഡിലും ടാക് പോളിമറൈസ് എൻസൈം ഫ്രീ ന്യൂക്ലിയോടൈഡുകളെ ചേർത്ത് എക്സ്റ്റൻഷൻ നടത്തുന്നു. 72 ഡിഗ്രി സെൽഷ്യസ് ആണ് എക്സ്റ്റൻഷൻ എന്ന മൂന്നാമത്തെ ഘട്ടത്തിൽ നടക്കുന്നത്. നോക്കൂ, നമ്മുടെ ടാർഗറ്റ് DNA ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 2 സ്ട്രാൻഡായില്ലേ? അടുത്ത സൈക്കിളിലേക്ക് കടക്കുകയാണ്. അടുത്ത സൈക്കിളിൽ വീണ്ടും സ്റ്റെപ്പുകൾ ആവർത്തിക്കുന്നു. 3 സ്റ്റെപ്പുകളും കംപ്ലീറ്റ് ചെയ്യുന്ന 30 സൈക്കിളുകൾ പൂർത്തിയാകുമ്പോഴാണ് PCR-ൻ്റെ ഒരു സമയത്തെ പ്രവർത്തനം പൂർത്തിയാകുന്നത്. സൈക്കിളുകൾ തുടർച്ചയായി നടക്കാൻ ഏകദേശം 2 മുതൽ 3 മണിക്കൂർ വരെ 2 to 3 hours എടുക്കും ഏകദേശം 30 സൈക്കിളും കംപ്ലീറ്റ് ചെയ്യാൻ. കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടാർഗറ്റ് DNAയുടെ അനേകം കോപ്പികൾ എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സൈക്കിൾ 4 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 8 ടാർഗറ്റ് DNA-യുടെ കോപ്പികൾ നമുക്ക് ലഭിച്ചു. ഇത്തരത്തിൽ സൈക്കിൾ മാറുന്നതനുസരിച്ച്, സൈക്കിളിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച്, ടൈം സ്പാൻ മാറുന്നതനുസരിച്ച് ടാർഗറ്റ് DNA-യുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ് നിങ്ങൾക്ക് കാണാം. So, after the completion of 30 cycles from one single DNA molecule, we get around more than 1 billion copies of the target DNA. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് RDNA ടെക്നോളജിയിലെ മൂന്നാമത്തെ സ്റ്റെപ്പായിരുന്നു അല്ലേ? ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മുടെ കയ്യിൽ വളരെ കുറച്ചുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് വേണമെങ്കിൽ നമുക്കിതിനെ വേണമെങ്കിൽ ഒരു ഫോട്ടോ കോപ്പിയർ മെഷീനുമായിട്ട് അല്ലേ കമ്പയർ ചെയ്യാം. നമുക്ക് മൾട്ടിപ്പിൾ കോപ്പീസാണ് കിട്ടുക. ഒരു 2-3 hours കൊണ്ട് ഒരു പ്രാവശ്യം ഈ PCR-ൻ്റെ തെർമൽ സൈക്ലർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഈ 3 സ്റ്റെപ്പുകളിലൂടെയുള്ള അറൗണ്ട് 30 സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. അതിനകത്ത് തന്നെ ടെമ്പറേച്ചർ വേരിയേഷൻസ് ശ്രദ്ധിക്കണം. ആദ്യത്തെ സ്റ്റെപ്പിൽ 95 ഡിഗ്രി സെൽഷ്യസോളം പോയ ടെമ്പറേച്ചർ രണ്ടാമത്തെ സ്റ്റെപ്പ് ആകുമ്പോൾ അറൗണ്ട് 50 to 60 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴ്ത്തുന്നു. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു 72 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ PCR മെഷീനകത്ത് തന്നെ നടക്കുന്നതുകൊണ്ട് ഈ സൈക്കിള് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് DNA-യുടെ മൾട്ടിപ്പിൾ കോപ്പീസാണ് ലഭിക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൊടുക്കേണ്ട എന്തൊക്കെയാണ് ഒരു PCR മെഷീനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ വി ഹാവ് ടു പ്രൊവൈഡ് പ്രൈമേഴ്സ് അല്ലേ? ഇപ്പോൾ പ്രൈമേഴ്സ് ഒന്നുകൂടെ എന്താണ് പ്രൈമർ? ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു DNA സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ളൊരു DNA-ക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ചെറിയ ഒളിഗോ ന്യൂക്ലിയോടൈഡിൻ്റെ സീക്വൻസുകളാണ് നമ്മൾ കെമിക്കലി സിന്തസൈസ് ചെയ്താണ് ഇത്തരം പ്രൈമേഴ്സ് PCR-ന് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള DNA-ക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള പ്രൈമേഴ്സാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. സോ വി യൂസ് കെമിക്കലി സിന്തസൈസ്ഡ് സ്പെസിഫിക് പ്രൈമേഴ്സ് ഇൻ PCR. പിന്നെ വേണ്ടത് എന്തായിരുന്നു? ടാക് പോളിമറൈസ് എൻസൈം അല്ലേ? എന്തുകൊണ്ടാണ് ടാക് പോളിമറൈസ് യൂസ് ചെയ്യുന്നത്? ഇത്തരത്തിൽ ടാക് പോളിമറൈസ് മാത്രമല്ല വേറെയും പോളിമറൈസ് എൻസൈമുകൾ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കണം ഏതൊക്കെ തരം എൻസൈമുകൾക്കാണ് ഇത്രയും ടെമ്പറേച്ചർ സർവൈവ് ചെയ്തിട്ട് ഈ PCR-ന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടാക് പോളിമറൈസ് എൻസൈമാണ്. ഹോട്ട് സ്പ്രിങ്സിലെ സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയകളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആയതുകൊണ്ട് തന്നെ ഹൈ ടെമ്പറേച്ചറിനെ സർവൈവ് ചെയ്യാൻ അത്തരം എൻസൈംസിന് സാധിക്കും. പിന്നെ നമ്മൾ കൊടുത്തത് എന്താണ്? ഈ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ സ്ട്രാൻഡ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫ്രീ ന്യൂക്ലിയോടൈഡ്സുമാണ് കൊടുത്തത്. ഇവ കൊടുക്കുന്നത് വഴി ജീൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. സോ വി ക്യാൻ പാസ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇത്തരത്തിൽ ആംപ്ലിഫൈ ചെയ്ത് കിട്ടിയ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ വി ആർ ലിഗേറ്റിംഗ് ഇറ്റ് വിത്ത് ദ വെക്റ്റർ DNA അല്ലേ? വെക്റ്റർ DNA ആയിട്ട് ലിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടിയത്? വി ഗെറ്റ് ദ റീകോമ്പിനൻറ്റ് DNA. അതായത് വെക്ടറുമായിട്ട് നമ്മുടെ ഫോറിൻ DNA ചേർത്ത് വയ്ക്കുമ്പോൾ വി ഗെറ്റ് ദ റീകോമ്പിനൻറ്റ് DNA. സോ വാട്ട് വിൽ ബി ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? നമ്മുടെ കയ്യിൽ വെക്റ്റർ DNA കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? ഇൻസേർഷൻ ഓഫ് ദ DNA ഇൻ ടു ദ ഹോസ്റ്റ് സെൽ അല്ലേ? അതല്ലേ വേണ്ടത്? ഹോസ്റ്റ് സെല്ലിനകത്തല്ലേ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ. സോ വി ഹാവ് ടു ട്രാൻസ്ഫർ ദിസ്
റീകോമ്പിനൻറ്റ് DNA to the host organism. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം. ടൂൾസൊക്കെ പഠിച്ചപ്പോൾ തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചതാണ്. ഒരു സെല്ലിനെ കോമ്പീറ്റൻ്റ് ആക്കുന്നത് എങ്ങനെയാണ്. ബാക്ടീരിയൽ സെല്ല് സാധാരണ മൈക്രോ ഓർഗാനിസത്തിലാണ് നമ്മൾ പ്ലാസ്മിഡ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഹൗ ക്യാൻ വി മേക്ക് ദം കോമ്പീറ്റൻറ്റ് ടു അക്സെപ്റ്റ് ദിസ് പ്ലാസ്മിഡ്സ് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ആ ഒരു സ്റ്റെപ്പിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അതിനെ കോമ്പീറ്റൻ്റ് ആക്കുന്ന സ്റ്റെപ്പിലൂടെ കടന്നു പോയിട്ട് ബാക്ടീരിയ കോമ്പീറ്റൻ്റ് ആയിട്ട് ജീനിനെ അക്സെപ്റ്റ് ചെയ്യും. അതുമാത്രമല്ല, വെക്ടർ ഇല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് ജീനിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡ്സും ഉണ്ട് അല്ലേ. ഇത്തരത്തിൽ ഹോസ്റ്റ് ഓർഗാനിസത്തിനുള്ളിലേക്ക് എത്തിക്കഴിയുമ്പോൾ വി ക്യാൻ കോൾ ദാറ്റ് ഹോസ്റ്റ് ഓർഗാനിസം ആസ് ട്രാൻസ്ഫോംഡ്, അല്ലെങ്കിൽ റീകോമ്പിനൻസിനെ അക്സെപ്റ്റ് ചെയ്ത അത്തരം സെല്ലുകളെ നമ്മൾ ട്രാൻസ്ഫോമൻസ് എന്ന് പറയാറുണ്ട് അല്ലേ. എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും തിരിച്ചറിയുന്നതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വി ക്യാൻ യൂസ് സെലക്റ്റബിൾ മാർക്കേഴ്സ്. ആംബിസിലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനുകൾ ഉപയോഗിച്ച് വി ക്യാൻ ഐഡൻറ്റിഫൈ ദ ട്രാൻസ്ഫോമൻസ് ആൻഡ് ദ നോൺ ട്രാൻസ്ഫോമൻസ്. അത്തരത്തിൽ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള സെൽസിനെ നമ്മൾ വളർത്തിയെടുക്കലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഇൻസേർഷൻ ഓഫ് ദ DNA into the host organism. And the next step is obtaining the foreign gene product. എന്താണ് നമ്മുടെ RDNA ടെക്നോളജിയിൽ RDNA ടെക്നോളജി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഉദ്ദേശം എന്താ ശരിക്കും? നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീനെ എന്ത് ചെയ്യണം? ഹോസ്റ്റ് ഓർഗാനിസത്തിൽ നിന്ന് ലാർജ് സ്കെയിലിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. സോ അതിനു വേണ്ടിയാണ് നമ്മൾ RDNA അല്ലെങ്കിൽ ഒരു റീകോമ്പിനൻറ്റ് DNA നിർമ്മിച്ചത്. ഈ 4 ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച RDNA അല്ലെങ്കിൽ റീകോമ്പിനൻറ്റ് DNA ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിനുള്ളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. സാധാരണഗതിയിൽ മൈക്രോ ഓർഗാനിസത്തിനെ ഇത്തരം പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നത് തന്നെ വളരെ ഷോർട്ട് ടൈം കൊണ്ട് ദേ ക്യാൻ മൾട്ടിപ്ലൈ ഇൻ ലാർജ് സ്കെയിൽ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. commercial production of this proteins we have to grow them in large scale. അത്തരത്തിലൊരു ഹോസ്റ്റ് ഓർഗാനിസത്തിനുള്ളിൽ ഈ ജീൻ മൾട്ടിപ്ലൈ ചെയ്യുകയും നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിന് എക്സ്പ്രസ് ചെയ്യുന്ന പ്രോട്ടീൻ അവിടെ ഉണ്ടാക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള പ്രോട്ടീൻസിനെയാണ് നമ്മൾ റീകോമ്പിനൻറ്റ് പ്രോട്ടീൻസ് എന്ന് പറയുക. ഇഫ് എനി പ്രോട്ടീൻ എൻകോഡിംഗ് ജീൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എ ഹെറ്ററോലോഗസ് ഹോസ്റ്റ് ഇറ്റ് ഈസ് കോൾഡ് റീകോമ്പിനൻറ്റ് പ്രോട്ടീൻ. മറ്റൊരു ഹോസ്റ്റ് ഓർഗാനിസത്തിൽ ഒരു ജീൻ എക്സ്പ്രസ് ചെയ്തുണ്ടാക്കുന്ന പ്രോട്ടീൻസ് ആണ് റീകോമ്പിനൻറ്റ് പ്രോട്ടീൻസ്. ഫോർ ദാറ്റ് വി ഹാവ് ടു ഗ്രോ ദിസ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ലാർജ് സ്കെയിൽ. അപ്പോൾ നമ്മളൊരു ലാർജ് സ്കെയിലിൽ ഇവരെ വളർത്താനായിട്ട് ഒരു പ്രത്യേക ആംബിയൻസ് സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബയോടെക്നോളജിയുടെ കോർ ടെക്നിക്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. എന്തായിരുന്നു ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്? മെയിൻ്റനൻസ് ഓഫ് ദ സ്റ്റെറൈൽ ആംബിയൻസ് ഫോർ ദ DNA ടു ഗ്രോ എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ആ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിന് വളരാൻ ആവശ്യമുള്ള ആംബിയൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കലായിരുന്നു ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ്. അതാണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കേണ്ടത്. അത്തരത്തിൽ ലാർജ് സ്കെയിലിൽ മൈക്രോ ഓർഗാനിസത്തിനെ എങ്ങനെയാണ് വളർത്തുക? അതിന് സ്പെഷ്യൽ വെസൽസ് നമ്മൾ യൂസ് ചെയ്യും. എക്സ്പൊണൻഷ്യലായിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കാൻ ആവശ്യമായിട്ടുള്ള ബാക്ടീരിയൽ സെൽസിന് അത്തരത്തിൽ വളർന്നുകൊണ്ടേയിരിക്കാൻ ബാക്ടീരിയൽ സെൽസോ അല്ലെങ്കിൽ ഏത് തരം സെൽസ് ആയാലും നിരന്തരമായി വളർന്നുകൊണ്ടിരിക്കാൻ ആവശ്യമുള്ള മീഡിയം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന വെസൽസിനെയാണ് നമ്മൾ ബയോറിയാക്ടേഴ്സ് എന്ന് പറയുക. So bioreactors are vessels in which raw materials are biologically converted into specific products or individual enzymes etc. using microbial, plant, animal or human cells. ബയോറിയാക്ടറിനുള്ളിലാണ് സാധാരണ ഇത്തരം ജീവികളെ നമുക്ക് ലാർജ് സ്കെയിലിൽ വളർത്താനായിട്ട് സാധിക്കുക. അത്തരത്തിലുള്ള സെൽസിന് വളരാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസും ഒപ്റ്റിമൽ കണ്ടീഷൻസും എല്ലാം നൽകാൻ കഴിയുന്ന ലബോറട്ടറിയിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന ലാർജ് വെസൽസ് ആണ് ബയോറിയാക്ടേഴ്സ്. എ ബയോറിയാക്ടർ പ്രൊവൈഡ്സ് ദ ഒപ്റ്റിമൽ കണ്ടീഷൻസ് ഫോർ അച്ചീവിംഗ് ദ ഡിസയർഡ് പ്രോഡക്റ്റ് ബൈ പ്രൊവൈഡിംഗ് ഒപ്റ്റിമം ഗ്രോത്ത് കണ്ടീഷൻസ് ലൈക്ക് ടെമ്പറേച്ചർ, pH, സബ്സ്ട്രേറ്റ്, salt, vitamins, oxygen, etc. Stored tank reactor
നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്ന ടൈപ്പ് സിമ്പിൾ സ്റ്റേർഡ് ടൈപ്പ് ബയോറിയാക്ടേഴ്സ്. അവരുടെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് എ സിലിണ്ടറിക്കൽ ഓർ കർവ്ഡ് ബേസ്. ദേ ഹാവ് എ സിലിണ്ടറിക്കൽ ഓർ കർവ്ഡ് ബേസ് ടു ഫെസിലിറ്റേറ്റ് ദ മിക്സിംഗ് ഓഫ് ദ റിയാക്ടർ കണ്ടൻസ്. നിരന്തരമായിട്ട് ഓക്സിജൻ സപ്ലൈ ഈ വെസൽസിനകത്ത് കിട്ടുന്നതിന് വേണ്ടി കണ്ടൻറ്റ് എപ്പോഴും മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. അത്തരത്തിൽ സ്റ്റെറൈൽ എയർ കൊടുത്ത് അത് കണ്ടൻറ്റുമായിട്ട് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ അതിന് വളരാൻ ആവശ്യമായിട്ടുള്ള മീഡിയയുമായിട്ട് മിക്സ് ചെയ്ത് അവിടെ ലാർജ് സ്കെയിലിൽ മൈക്രോബ്സിനെ വളർത്തിയെടുക്കാൻ കഴിയുന്ന തരം ബയോറിയാക്ടറാണ് സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ എന്ന് പറയുന്നത്. സ്റ്റെറർ എന്താണെന്ന് നിങ്ങൾക്കറിയാം, മിക്സ് ചെയ്യാൻ ഉള്ള ഫെസിലിറ്റിയാണ്, അല്ലെങ്കിൽ സ്റ്റെറിങ് എന്താണെന്നറിയാമല്ലോ, മിക്സിംഗ് ആണ്. So the stirrer inside the facilitates the mixing and oxygen availability throughout the bioreactor. റിയാക്ടറിനകത്ത് എല്ലാ സമയവും ഓക്സിജൻ്റെ അവൈലബിലിറ്റി ഉറപ്പാക്കും ഇത്തരം ബയോറിയാക്ടേഴ്സ്. എന്തൊക്കെയാണ് ഒരു ബയോറിയാക്ടറിനുള്ള ഭാഗങ്ങൾ? ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു അജിറ്റേറ്റർ സിസ്റ്റം ഉണ്ട്, ഒരു ഓക്സിജൻ ഡെലിവറി സിസ്റ്റം, എ ഫോം കൺട്രോൾ സിസ്റ്റം, a temperature control system, a pH control system and sampling ports. നിരന്തരമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന ഒരു അജിറ്റേറ്റർ സിസ്റ്റം ഉണ്ട്. ഓക്സിജൻ സ്റ്റെറൈൽ എയർ ഉള്ളിലേക്ക് കൊടുക്കാനുള്ള ഒരു ഓക്സിജൻ ഡെലിവറി സിസ്റ്റം ഉണ്ട്. അത്തരത്തിലൊരു മിക്സിംഗ് ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോം അല്ലെങ്കിൽ പത മാറ്റി കൊടുക്കാനുണ്ടാകുന്ന ഒരു ഫോം കൺട്രോൾ സിസ്റ്റം ഉണ്ട്. ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സിസ്റ്റം, എ pH കൺട്രോൾ സിസ്റ്റം ആൻഡ് സാമ്പിളിംഗ് പോർട്സ്. എന്താണ്? നമുക്ക് ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ സെല്ലിനെ ഉള്ളിലേക്ക് കൊടുക്കാനും അവ ഉണ്ടാകുന്നതനുസരിച്ച് അവയെ പുറത്തേക്ക് എടുക്കാനും ആവശ്യമായിട്ടുള്ള സാമ്പിളിംഗ് പോർട്സും ഒരു ബയോറിയാക്ടറിൽ ഉണ്ടാകാറുണ്ട്. മറ്റൊന്ന് നിങ്ങൾ കാണുന്നത് സ്പാജ് സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടറാണ്. അത്തരത്തിൽ അതും ഒരു സ്റ്റേർഡ് ടൈപ്പ് ബയോറിയാക്ടർ തന്നെയാണ്. അവിടെ സ്റ്റെറൈൽ എയർ ഉള്ളിലേക്ക് കൂടുതൽ കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഓക്സിജൻ്റെ അളവ് കൂടുമ്പോൾ മീഡിയ അല്ലെങ്കിൽ സെൽസ് മൾട്ടിപ്ലൈ ചെയ്തതിൻ്റെ അളവ് കൂട്ടാൻ കഴിയുന്ന ടൈപ്പാണ് സ്പാജ് സ്റ്റേർഡ് ടാങ്ക് ബയോറിയാക്ടർ. അപ്പോൾ ബയോറിയാക്ടറിൽ വളർത്തിയെടുക്കുക, അതാണ് നമ്മൾ കണ്ട സ്റ്റെപ്പ്. ഇത്തരത്തിൽ വളർത്തിയെടുത്ത് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസിനെ എക്സ്ട്രാക്റ്റ് ചെയ്ത് കമേഴ്ഷ്യലി പുറത്തിറക്കുന്ന സ്റ്റെപ്പാണ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ദ പ്രോസസ് ഓഫ് സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് എ ബയോസിന്തറ്റിക് പ്രോഡക്റ്റ് ഈസ് കോൾഡ് ഡൗൺ സ്ട്രീം പ്രോസസ്സ്. ഇത്തരത്തിൽ ബയോറിയാക്ടറിൽ നിന്ന് നമ്മൾ പുറത്തേക്കെടുത്ത കൾച്ചർ മീഡിയയ്ക്ക് അകത്ത് നിന്നും നമുക്ക് വേണ്ട പ്രോട്ടീനെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. സോ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിൽ 2-3 സ്റ്റെപ്സ് ഉണ്ട്. അവയുടെ സ്റ്റെപ്സ് കൂടെ ഒന്ന് നോക്കുക. ദ സെപ്പറേഷൻ ഓഫ് ജീൻ പ്രോഡക്റ്റ്. ആദ്യം നമ്മൾ ബയോറിയാക്ടറിൽ നിന്ന് കിട്ടിയ മീഡിയയിൽ നിന്ന് ജീൻ പ്രോഡക്റ്റിനെ മാത്രം സെപ്പറേറ്റ് ചെയ്യുന്നു. പ്യൂരിഫിക്കേഷൻ ഓഫ് ജീൻ പ്രോഡക്റ്റ്, ആ ജീൻ പ്രോഡക്റ്റിനെ പ്യൂരിഫൈ ചെയ്യുന്നു. അഡിഷൻ ഓഫ് സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്സ്. ഇതിനെ കമേഴ്ഷ്യൽ ഒരു പ്രോഡക്റ്റ് ആക്കി മാറ്റണമെങ്കിൽ വി ഹാവ് ടു ആഡ് സം പ്രിസർവേറ്റീവ്സ്. അത്തരത്തിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്ന 3ാമത്തെ സ്റ്റെപ്പ്. ആൻഡ് ക്ലിനിക്കൽ ട്രയൽസ് ഫോർ മെഡിക്കൽ പർപ്പസ്. മരുന്നുകളോ അല്ലെങ്കിൽ എൻസൈമുകളോ വാക്സിൻസോ ഒക്കെ ആണെങ്കിൽ സോ വി ഹാവ് ടു മേക്ക് ക്ലിനിക്കൽ ട്രയൽസ്. ധാരാളം ട്രയലുകൾ നടത്തിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കോവിഡ് വാക്സിൻ്റെ ഇൻവെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ധാരാളം ട്രയൽസ് നടത്തിയാലാണ് മെഡിക്കൽ പർപ്പസിന് ഒരു പ്രോട്ടീൻ അല്ലെങ്കിൽ ഒരു എൻസൈം നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നത്. സോ ദാറ്റ് സ്റ്റെപ്പ് ഇസ് clinical trials for medical purpose and the last one is quality control test. ഇത്രയും സ്റ്റെപ്പുകളിലൂടെയാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് കടന്നു പോകുന്നത്. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ rDNA ടെക്നോളജി. ഏതൊക്കെയാണ് സ്റ്റെപ്സ്? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഐസൊലേഷൻ ഓഫ് ദ ഡിസയേർഡ് DNA. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് കട്ടിംഗ് ഓഫ് DNA and separation of the desired gene of interest. The third one is amplification of gene of interest. Fourth one is ligation of the gene of interest with the vector. Then introducing this rDNA into a host organism, obtaining the foreign gene product, and the last one is downstreaming process.
RDNA ടെക്നോളജി എന്ന വളരെ വലിയ ഒരു അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള മനുഷ്യരാശിക്ക് വളരെയേറെ ഉപകാരപ്രദമായ ഒരു ടെക്നോളജിയുടെ സ്റ്റെപ്പുകളും പ്രിൻസിപ്പിൾസും വളരെ വ്യക്തമായിട്ട് ഈ ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് അസൈൻമെൻറ്റിലേക്ക് പോവാം. PCR is best defined as DNA replication in vitro. ലബോറട്ടറി കണ്ടീഷൻസിൽ DNA replication നടത്താൻ ഏറ്റവും മികച്ച ടെക്നിക്കാണ് എന്നാണ് PCR സാധാരണയായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. It is a widely used technique for gene amplification in various fields. Find the major applications of PCR in fields like medicine, forensic, etc. Also collect information regarding RT-PCR. വളരെ ബൃഹത്തായ അല്ലെങ്കിൽ വളരെ വലിയ സംഭാവനകൾ മെഡിക്കൽ ഫീൽഡിലും ഫോറൻസിക് ഫീൽഡിലും ഒക്കെ നൽകാൻ കഴിയുന്ന ഒരു ടെക്നിക്കാണ് PCR. RDNA ടെക്നോളജിയുടെ ജീൻ ആംപ്ലിഫിക്കേഷൻ എന്നുള്ള സ്റ്റെപ്പിൽ മാത്രം ഒതുങ്ങുന്നതല്ല PCR. RT-PCRനെ കുറിച്ചൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. സോ PCRനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. സോ RDNA technology involves different processes and requires various tools. Record the steps in correct sequential order in your activity log. Also, prepare short notes on various tools involved in DNA technology. RDNA ടെക്നോളജിയുടെ വിവിധങ്ങളായ പ്രോസസ്സുകൾ, അവയിൽ ഉൾപ്പെട്ടിട്ടുള്ള ടൂൾസ് ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ കുറിപ്പ് നിങ്ങളുടെ ആക്ടിവിറ്റി ലോഗിൽ എഴുതുക. നിങ്ങളുടെ ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. താങ്ക് യു.